warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കൾ, നമ്മുടെ ഈ സംഗമം അല്ലാഹു അവൻ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. ഇന്ന് ഈ ലോകത്ത് മുസ്ലിം എന്നറിയപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സുന്നി മുസ്ലിമീങ്ങളും മറ്റൊന്ന് ഷിയാ മുസ്ലിമീങ്ങൾ എന്നാണ്. ഈ ഷിയാ മുസ്ലിമീങ്ങൾ വിശ്വാസപരമായി സുന്നികളോട് എതിരായവരാണ്. എന്നാൽ ഇന്ന് ഈ കേരള കർണാടകയിൽ അറിയപ്പെടുന്ന സലഫികൾ, മുജാഹിദുകൾ ലോകത്ത് അറിയപ്പെടുന്നത് സുന്നി മുസ്ലിമീങ്ങൾ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച ഷിയാക്കളെ കുറിച്ചാണ്, ഷിയായിസത്തിനെ കുറിച്ചാണ്. എന്താണ് ഷിയായിസം? ആരാണ് ഷിയായിസത്തിനെ സ്ഥാപിച്ചവൻ? ഏത് കാലത്തിലാണ് ഷിയായിസം തുടക്കം കുറിച്ചത്? നമുക്കൊന്ന് സംക്ഷിപ്തമായി പരിചയപ്പെടാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത്, ഭരണകാലത്ത് ഒരു റോമുകാരനായ പുതു ഇസ്ലാമികനായ ഇബ്നു സൗദാ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ആമിർ എന്ന ആളാണ് ഈ ഷിയായിസത്തിന്റെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്ന ആദ്യകാലത്തിൽ തന്നെ സ്വന്തമായ അഭിപ്രായങ്ങളും സ്വന്തമായ മതതത്വങ്ങളെ വാദിക്കുന്ന ഒരാളായിരുന്നു. അന്ന് അദ്ദേഹം വാദിച്ച വാദങ്ങളിൽപ്പെട്ട ഒരു വാദമാണ് ഖിലാഫത്തിനെ കുറിച്ചുള്ള വാദം. അദ്ദേഹം പറയുന്നു, യഥാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിന് ശേഷം അധികാരം ലഭിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിൽപ്പെട്ട ആൾക്കാർ അല്ല എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അധികാരത്തിനെ പിടിച്ചെടുത്തവരാണ്, ബലം പ്രയോഗിച്ച് എടുത്തവരാണ് എന്നൊക്കെ അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇത്തരത്തിലുള്ള വാദവുമായി ബസറയിലിരിക്കുമ്പോൾ ഈ വിഷയം മനസ്സിലാക്കിയ ബസറയുടെ അന്നത്തെ അമീറായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ അബ്ദുല്ലാഹ് ഇബ്നു സബഇനെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇക്കാരണത്തിനാൽ അദ്ദേഹം കൂഫയിലേക്ക് ചെന്നു. പക്ഷേ ആ കൂഫയിൽ നിന്നും ഇദ്ദേഹത്തിനെ ആട്ടി ഓടിക്കപ്പെട്ടു. ശേഷം ഷാമിലേക്കും പോയപ്പോൾ ഇപ്രകാരം തന്നെ ഓടിക്കപ്പെട്ടു. അവസാനം മിസ്രിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം വ്യാപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാദം ലോകത്തിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തുടങ്ങി. മാത്രമല്ല അവർ
അന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കത്ത് മുഖേന ക്ഷണിക്കാനും തുടങ്ങി. പിന്നീട് അവർ അലി റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി പ്രഖ്യാപിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്താനും ഒക്കെ തുടങ്ങി. അവരിലും ചിലർ അലി റളിയല്ലാഹു അൻഹുവിനെ ആരാധിക്കാൻ പോലും അന്ന് തുടങ്ങിയിരുന്നു. പിന്നെയുള്ള കാലങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ആരാധിക്കുന്നതൊക്കെ അവസാനിച്ചെങ്കിലും ഇവർ അലി റളിയല്ലാഹു അൻഹുവിനിക്ക് വെച്ചു കൊടുക്കാൻ പാടില്ലാത്ത പല സ്ഥാനമാനങ്ങളെ വെച്ചു കൊടുക്കാൻ തുടങ്ങി. ശേഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹുവിനിക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനിക്കും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളെ അവർ വെച്ചു കൊടുത്തു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹും ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും അടക്കമുള്ള ഒരു 12 ആൾക്കാരെ അവർ ഇമാമായി അംഗീകരിച്ചു. ഷിയാക്കളുടെ പ്രകാരം ഇമാമുകൾ എന്നാൽ അവർ പാപസുരക്ഷിതരാണെന്നും ചില വിഷയങ്ങളിൽ പ്രവാചകരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ 12 ഇമാമുകളെ ഇമാമായി അംഗീകരിച്ചവരാണ് ഷിയാക്കളിൽ ഇസ്നാ അശരികൾ എന്ന് ഇന്നറിയപ്പെടുന്നത്. ഈ 12 ഇമാമുകളിൽ 4 മുതൽ 8 വരെയുള്ള ഇമാമുകളിൽ അവർ ഇമാമാണോ എന്ന വിഷയത്തിൽ പല തർക്കങ്ങളും അന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ 7ാമത്തെ ഇമാമിനെ അവസാനത്തെ ഇമാമായി അംഗീകരിച്ചു. അവരാണ് ഇന്ന് വാഖിഫിയ അല്ലെങ്കിൽ ഇസ്മായിലിയ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പല വിഭാഗങ്ങളും അന്നുണ്ടായിരുന്നുവെങ്കിലും ഇസ്നാ അശരിയ, മറ്റൊന്ന് ഇസ്മായിലിയ എന്ന ഈ 2 വിഭാഗങ്ങളാണ് പ്രബല ശക്തിയായി ഇന്ന് നിലവിലുള്ളത്. ഇന്നത്തെ ഇറാൻ മുഴുവനും ഷിയാക്കളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ യമൻ, ഇറാഖ്, ബഹ്റൈൻ, അഫ്ഗാനിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ അധികമായ ഷിയാ ജനസംഖ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യ പോലത്തെ മറ്റു രാജ്യങ്ങളിൽ ഷിയാക്കൾ ചെറിയ ചെറിയ സംഘമായി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ ലോകത്ത് നിലവിലുള്ള മുസ്ലിം ജനസംഖ്യ 1.9 ശതകോടിയാണ്. അതായത് 1900 കോടിയാണ്. അതിൽ മുസ്ലിമുകളുടെ എണ്ണം, അതിൽ ഷിയാക്കളുടെ എണ്ണം 340 കോടിയാണ്. ഈ ഷിയാക്കൾ സുന്നികളെ കഠിനമായി വിരോധിക്കുന്നവരാണ്. ഏതുവരെ അലി റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ ഖലീഫയായി നിയമിക്കാത്ത പേരിൽ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർക്കെതിരെ ഒരു ശാപപ്രാർത്ഥനം ഇന്നും ഇറാനിൽ നടക്കുന്നുണ്ട്. ഈ ഷിയാക്കൾക്ക് പല വാദങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതാനും ചില വാദങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ നിർത്തുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനും ഹദീസും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിലാണ് ഈ ഖുർആന് ക്രോഡീകരണം നടക്കുന്നത്. അന്ന് ഖുർആന് ക്രോഡീകരിച്ച സ്വഹാബികൾ അഹ്ലുബൈത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളെ അവർ കളഞ്ഞിരിക്കുന്നു. സൂറത്തു വിലായത്ത്, സൂറത്തു നൂരൈനി പോലത്തെ സൂറത്തുകളെ അവർ കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവർ വാദിക്കുന്നു. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഖലീഫയാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വസിയത്ത് ചെയ്തിരുന്നു എന്നും അവർ ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. മറ്റൊരു വാദമാണ് തഖി എന്നുള്ളത്. എന്താണ് ഈ തഖി? ശിയാക്കൾ പറയുന്നു, ചില ആവശ്യഘട്ടങ്ങളിൽ പല കാരണങ്ങൾക്ക് വേണ്ടി സത്യത്തിനെ മറച്ചു വെക്കുക, ഇതാണ് തഖി. ശിയാക്കൾ വാദിക്കുന്ന ഒരു വാദമാണ്, ഈ തഖീനെ സ്വീകരിച്ചു കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു പല കാരണങ്ങൾക്ക് വേണ്ടി സത്യത്തിനെ മറച്ചു വെച്ച് മുമ്പുള്ള 3 ഖലീഫന്മാരോട് ബൈഅത്ത് ചെയ്തത് എന്ന് അവർ വാദിക്കുന്നു. ഇനി മദ്ഹബിനെ കുറിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ, സുന്നികൾക്ക് കർമ്മപരമായി 4 മദ്ഹബുകളാണ്. ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി പോലത്തെ 4 മദ്ഹബുകളാണ് സുന്നികൾക്കുള്ളത്. എന്നാൽ ഷിയാക്കൾക്ക് 2 മദ്ഹബുകളാണ് ഉള്ളത്. ഒന്ന് ജഅഫരിയ, മറ്റൊന്ന് സൈദിയ എന്ന്. അതിൽ ഇസ്നാ അശരികൾ കൂടുതലും ജഅഫരിയ മദ്ഹബുകാരാണ്. ഇനി ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങൾ കണ്ണോടിക്കുകയാണെങ്കിൽ, സുന്നികളുടെ പ്രകാരം അവസാന കാലത്തിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുക. ആരാണ് ഇമാം മഹദി? എങ്ങനെയാണ് ഇമാം മഹദി ഇമാമായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചവരാണ്. പക്ഷേ ഷിയാക്കൾ അവരുടെ ഇമാമിനെയാണ് ഇമാം മഹദിയായി അംഗീകരിക്കുന്നത്. അവരുടെ വാദത്തിൽപ്പെട്ടതാണ് അവരുടെ 12ാം ഇമാമായ മുഹമ്മദ് ബിൻ ഹസൻ അസ്ഗരി എന്ന ആൾ ഇപ്പോൾ പരോക്ഷമായി ഈ ദുനിയാവിലില്ലെങ്കിലും അവസാന കാലത്തിൽ ഇമാം മഹദിയായി പ്രത്യക്ഷപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. അവസാനമായി അവരുടെ ആചാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അവരുടെ ആചാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഹറം മാസത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന കർബല യുദ്ധത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അനുസ്മരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ കീറി ച്വാര ഒഴിപ്പിക്കുന്ന ഒരു ആചാരണം. അതേപോലെ അവരുടെ ബാങ്കുകളിൽ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്നൊക്കെ അവർ കൂട്ടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല ആചാരണങ്ങൾ അവർ നടത്തിക്കൊണ്ടുവന്നിരുന്നു. ഇനി ഈ ആചാരണങ്ങൾ ദീനിൽ ഉള്ളതാണോ? ഇമാം മഹദിയെക്കുറിച്ചുള്ള വാദം സത്യമാണോ? ഖുർആൻ ക്രോഡീകരണത്തിൽ തെറ്റ് സംഭവിച്ചത് അത് സത്യമാണോ? ഇതിനെക്കുറിച്ച് മഹാന്മാക്കൾ അവരുടെ കിതാബുകളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ മുഹൈസുന്ന അതിനു വേണ്ടിയുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ധാരാളം പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ പഠിച്ച് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനെ ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.